നീ ചോദിച്ചെന്ന് വെച്ചാൽ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT-യുടെ കേസ് നീ ചോദിച്ചതില് OTT-യിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയുമോ, ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലത്തെ സിനിമ തിയേറ്ററിൽ കണ്ടു. ഓക്കെ, എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല. കാണാത്ത സിനിമ ഞാൻ OTT-യിൽ, അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. ഓക്കെ, ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT-യിൽ വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വനിന്റെ അടുത്ത് ആരോട് തന്നെ സംസാരിക്കും, ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു, ആരോ ഇത് റിവ്യൂർ തന്നെ അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണണം. തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ പോസ് ചെയ്ത് നമുക്ക് എല്ലാ പാഴ്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ലേ പല സിനിമകളും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്, നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരെന്നാ, പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട, നിനക്ക് കൊള്ളാം. അത് അതിനെ കുറിച്ച് പറയണോ? വലിയ കൊടുപ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പറോ മൊബൈൽ ഞാൻ അയച്ചു തരാം.